നടനായ ശേഷം പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? പിന്നെയാണ് പണി. കാരണം എസ്റ്റാബ്ലിഷ് ഒരാളെ ശേഷം. അതെ, ഞാൻ പറയുന്നത് നിലനിൽക്കുക, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും നിലനിൽപ്പ് വലിയ പ്രശ്നം തന്നെയാണ്. അയാൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ, ഓരോ കഥാപാത്രത്തിനും വേണ്ടി അയാൾ അതിൻ്റെ പുറകിൽ പണിയെടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ, കേവലമായിട്ടുള്ള ഒരു സ്റ്റാർഡം എന്നുള്ളതിൽ മാത്രം എല്ലാ കാലത്തും മനുഷ്യർ നിൽക്കില്ല. നല്ല പണിയാണല്ലേ? നല്ല പണിയാണ്. നമ്മൾ എത്രയോ സ്റ്റാറുകളെ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്ന് പിന്നെ എവിടെയോ പോയി മറിഞ്ഞ എത്രയോ സ്റ്റാറുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം? കൃത്യമായിട്ട് ആ സ്റ്റാർഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആയി എന്നുള്ളൊരു ധാരണ വരികയും പിന്നീട് അതിന് പുറകിൽ പണിയെടുക്കാതിരിക്കുകയും ചെയ്യുക. പക്ഷെ നമ്മുടെ അഭിമാനമാണ് ഇപ്പം മലയാളത്തിലുള്ള നിലനിൽക്കുന്ന ആക്ടേഴ്സ് ഒക്കെ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഒരു കാലത്ത് ഇതുപോലെ ഒരു ചോക്ലേറ്റ് ബോയ് ആയിട്ടോ ഒക്കെ വന്ന ആളുകളാണ്. പക്ഷെ അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ സിനിമയ്ക്ക് പുറകിലും അതിനുവേണ്ടി പണിയെടുത്ത് അത് തന്നെയായി ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പോലും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് പഠനം.